ആരാ? ഞാൻ ഉദയവർമ്മയുടെയും കമ്മീഷണറുടെയും വധവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. എന്റെ പേര് ജോസഫ്. രാമദാസൻ എന്റെ അടുത്ത കൂട്ടുകാരനാണ്. അവൻ രക്ഷിക്കാനുള്ള എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. ഓഹോ, അപ്പോ ദാസൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നാണോ? ദാസൻ? അയ്യോ പഞ്ചപാവം. ആരാ കൊന്നാന്ന് എനിക്കറിയാം. എന്റെ സുഹൃത്ത് രാമദാസനെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണോ അച്ചോ? പെണ്ടൊരിക്കൽ തോണി മറിഞ്ഞ് പുഴയിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയ എന്നെ വലിച്ചു കരയ്ക്ക് കയറ്റി എന്റെ ജീവൻ രക്ഷിച്ചവരാ രാമദാസൻ. അതുകൊണ്ട് എനിക്കും അവന്റെ ജീവൻ രക്ഷിക്കണോ അച്ചോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ദാസൻ നിരപരാധിയാണെന്ന്? സത്യത്തിൽ ആ 2 കൊലകളുടെയും പുറകിൽ ഞാനായിരുന്നു. ദാസൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് എനിക്കറിയാം. ഇവിടെ ഇല്ല, വേറൊരിടത്ത് ഒളിച്ചു കഴിയുകയാണ്. എന്നാ നമുക്ക് അങ്ങോട്ട് പോച്ചാ? പോവാം. ഒരു നിമിഷം ഇരിക്കൂ, ഞാനിപ്പോ വരാം. ജോസഫ്, 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 നിങ്ങളെയാണ് വിളിച്ചത്? ഞാനാ ജോസഫ്. വരും. ഇത് തന്നെയാണ്. സോറി. നിന്നെ കൊണ്ട് കള്ളനെ പിടിക്കാനോ കഴിയില്ല. പിടിക്കാൻ പോണവനെ പിടിക്കാനും പിടിച്ചിട്ട് ഇടിച്ച് മിടുക്കനവന് മുൻപില്. ഐ എം സോറി സർ. എന്ത് പോക്കർത്തനം കാണിച്ചിട്ട് പാറേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിന്നെയൊക്കെ ഡീപ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല. മന്ത്രിക്ക് സെക്യൂരിറ്റി പോയപ്പോ എന്റെ കയ്യിലിരുന്ന് തോക്കൊന്ന് പൊട്ടി. മന്ത്രിയുടെ ചെറുവിരലൊന്ന് മുറിഞ്ഞു. അതിന് ഡിവൈഎസ്പി ആയിരുന്നു എന്നെ ചവിട്ടി CI ആക്കാൻ ഇവിടെ നിയമം ഉണ്ടായി. നിന്റെയൊക്കെ തോന്നിയാസം ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ ആരാണെന്ന് താമസിയാതെ നിനക്കൊക്കെ മനസ്സിലാവും. കമ്മീഷണറുടെയും ഉദയവർമ്മയുടെയും ഇരട്ട കൊലപാതകയെ കണ്ടുപിടിച്ച് ഈ മിന്നൽ ബാബു ഇവിടെ ഒരു വെലസ്. അന്ന് നിന്നെയൊക്കെ സ്റ്റാൻഡ് പിടിച്ചോളാം. പോലീസ് പോലും പോലീസ്. ആകെ അബദ്ധമായല്ലോ സാർ. എന്തബദ്ധം? എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായി. അയക്കിട്ട് 2 പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളെ എന്റെ ഭാഗത്തിന് ഇന്നാ ഒരു അവസരം കിട്ടിയത്. അയാളുടെ ഒരു കേസ് പിടുത്തവും വേഷം മാറലും ഡിപ്പാർട്ട്മെന്റിന്റെ മാനം കെടുത്താൻ കുറെ പാർട്ടികൾ. ഇഡിയറ്റ്. ഞാൻ കൊന്നിട്ടില്ല സാർ. ആരെയും ഞാൻ കൊന്നിട്ടില്ല സാർ. ആരാ നിങ്ങൾ? ഞാൻ രാംദാസ്. ഉദയവർമ്മയെ കൊല്ലുന്നതായി ഞാൻ അഭിനയിച്ചതാണ് സാർ. കമ്മീഷണർക്കും എനിക്കും ഉദയവർമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യ നാടകമായിരുന്നു അത്. കമ്മീഷണർ മരിച്ചതോടെ പിന്നെ എനിക്ക് ആരുമില്ലാതായി. ഉദയവർമ്മ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. സാറിന് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അത് ഞാൻ പറയില്ല സാർ. നിങ്ങൾ എന്നെ വന്ന് കാണും. കാണുന്നതിന് മുമ്പ് സാർ ഉദയവർമ്മ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്തായാലും നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് വരൂ. അകത്താക്കാനല്ലേ സാറേ? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്നെ ശിക്ഷിച്ചാൽ ദൈവം പുറക്കില്ല കേട്ടോ. തന്നെ രക്ഷിക്കാമെന്ന് ഞാനല്ലേ പറയുന്നത്. അങ്ങനെ ഇപ്പൊ സാറ് രക്ഷിക്കണ്ട. ആദ്യം വർമ്മയെ കണ്ടുപിടിക്കും സാറേ. താൻ എവിടെ നിന്നാ സംസാരിക്കുന്നത്? എവിടെ നിന്നാണോ? ആദ്യം വർമ്മയെ കണ്ടുപിടിക്കും സാറേ. എവിടെ നിന്നാ സംസാരിക്കുന്നത് പറയില്ലേ? പറയാൻ ഇപ്പൊ മനസ്സില്ല. റാസ്കൽ തന്റെ അച്ഛൻ. പോവാ. ഹലോ 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 ഹലോ. നിക്കവിടെ. സോറി, ഞാൻ അല്പം വൈകി. വേണു അവിടെ? തിയേറ്ററിനകത്തുണ്ട്. വിളിക്കൂ.
ഇതെന്റെ ജീവൻ കൊണ്ടുള്ള കളിയാ. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നടുക്കടലിൽ എറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിന്നെ സമ്മതിക്കില്ല. നീ ഞാനുമായി എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ തല്ലിയതും കൊല്ലാൻ നോക്കിയതൊക്കെ. പിന്നെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരുവിധം ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്. മനസ്സില്ല. ഇനി അവരെന്നെ കൊല്ലാൻ വന്നാൽ ഞാൻ നിന്നെ പിടിച്ച് അവരുടെ മുമ്പിലിട്ട് കൊടുക്കും. ഞാൻ ഒരു ആപ്പയൊന്നുമില്ല. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ് ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ. പിന്നെ അവരെന്നോട് ചോദിച്ചു ആ കവറിന്റെ പുറത്തെ മേൽലാസം എന്താന്ന്. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ കനത്ത 2 പേടി അതിനും കിട്ടി. പറ ആ മേൽലാസം എന്തായിരുന്നു? മര്യാദയ്ക്ക് പറയുന്നതല്ലേ? എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. ലീവ് മീ. ഗെറ്റ് ലോസ്റ്റ് ഐ സേ. അല്ല അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹലോ, ബുക്ക് കോൾ ടു നന്ദപുരം 612. TP തോമസ് മാത്യു. അർജന്റ്. മര്യാദയ്ക്ക് അഡ്രസ് എനിക്ക് പറഞ്ഞു തരുമല്ലേ? അതറിയാൻ ഞാൻ അവിടുന്ന് പോകില്ല. ഞാൻ അവിടെ കെട്ടി തൂച്ചാവും. എന്റെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. എന്തൊരു കഷ്ടം ദൈവമേ. എല്ലാരും കൂടെ എടുത്തിട്ട് പെരുമാറാൻ ഞാൻ പബ്ലിക് പ്രോപ്പർട്ടിയോ? ആ പറഞ്ഞേ. കൊന്നു പോലെ. You bastard! No! You kill her! No, you kill her! No, somebody kill her! I don't know anything. I don't know anything. No! അവനാണ് കൊലയാളി. നിൽക്കണവിടെ. വായി നോക്കി ആക്ച്വൽ കൽപ്പറ്റിന്റെ പോയി പിടിക്കണോ? ഓക്കെ സാർ. അങ്ങോട്ടാ ഓടിയത്. പ്രത്യേക അറിയിപ്പ്. ഇന്ന് വൈകിട്ട് ഹോട്ടൽ പ്രസിഡന്റിൽ വെച്ച് ശ്രീദേവി എന്ന പെൺകുട്ടിയെ കൊല ചെയ്ത വേണുഗോപാലിന്റെ വീഡിയോ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇയാളെ കണ്ടുമുട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഐജിയുടെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു.
സാറവിടെ? ദേഹത്ത് ചോരയുമായി ഒരുത്തൻ ഇവിടെ മുറിയെടുക്കാൻ വന്നാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അല്ലാതെ റോഡേ പോകുന്ന കണാവുണ കാക്കി പാർട്ടികളെ അറിയിക്കരുത്. അത് പറയാൻ തന്നെയാണ് സാർ ഞാൻ വന്നത്. അവൻ 101 നമ്പർ മുറിയിലുണ്ട്. ഫൈൻ. വാട്ട്? 101 നമ്പർ മുറിയിൽ. വാട്ട് ടു ഡു? ഒത്തിരി വലിയ വീടാണല്ലോ. സുനിത ഈ വീട്ടിൽ തനിച്ചെങ്ങനെ കഴിയുന്നു? തനിച്ചാണെന്ന് വെച്ച് അയൽവക്കത്തുള്ളവരെ ഇവിടെ വിളിച്ച് പാർപ്പിക്കാൻ പറ്റുമോ? വരൂ. കൊട്ടാരായാലും കൊതുകിന് യാതൊരു കുറവില്ല കേട്ടോ. അയ്യോ, കറണ്ട് പോയാ? ഇതെന്ത് വിദ്യ? സൗണ്ട് സെൻസിറ്റീവ് സ്വിച്ച് എന്ന് പറയും. ശബ്ദം കൊണ്ട് ഓണാവുകയും ഓഫാവുകയും ചെയ്യും. ഇതൊന്നും അത്ര നല്ല ലക്ഷണമല്ല. കണ്ടിട്ട് ഒരുമാതിരി കൊള്ള സങ്കേതം പോലെ. ഇവിടെ എല്ലാ മുറി ഇങ്ങനെ? അല്ല, ഈ മുറി മാത്രമേ ഉള്ളൂ. അല്ല, പോലീസുകാരിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനാണ്? മിസ്റ്റർ വേണു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നി. സാഹചര്യം അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടാൽ അപകടമാണ്. താങ്ക് യു. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഐ എം എ വാണ്ടഡ് ക്രിമിനൽ. ഒരു ക്രിമിനലിനെ സഹായിക്കാൻ ശ്രമിക്കുന്നതും ഒരു ക്രൈമാണെന്നറിയില്ലേ? നിയമ പുസ്തകമൊന്നും ഞാൻ വായിച്ചു പഠിച്ചിട്ടില്ല. അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കുന്നത് നിയമപ്രകാരം കുറ്റമാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. അത് ശരി, അത്രേ ഉള്ളൂ. ആട്ടെ, എന്തോ ചെറിയൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? ഉള്ള സത്യം പറയാമല്ലോ. ഞാൻ ഇവിടുത്തെ ഒരു പത്രത്തിന്റെ കറസ്പോണ്ടന്റായി വർക്ക് ചെയ്യാണ്. കമ്മീഷണറുടെ വധവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയാണ് ഇന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് കൊല്ലപ്പെട്ടത്. കുറച്ചു കാലമായി ദുരൂഹമായി തുടരുന്ന സംഭവങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കത് വളരെ സെൻസേഷനായ റിപ്പോർട്ടാക്കി മാറ്റാൻ പറ്റും. ഇത്രയുമാണ് എന്റെ സ്വാർത്ഥത. ഒരു സെൻസേഷനും ഉണ്ടാക്കണ്ട. ഒരു നിരപരാധിയുടെ ദുരന്ത കഥ എന്നൊരു തലക്കെട്ടോടുകൂടി എന്തെങ്കിലും എഴുതി എന്നെ ഒന്ന് രക്ഷിക്ക്. അങ്ങനെയെങ്കിലും എന്റെ പെണ്ണുങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് മാറിക്കിട്ടെ. What do you mean? ഒരു പെണ്ണ് കാരണമാണ് ഞാൻ ഇന്ന് ഈ ഗതിയിലായത്. സത്യം പറയും. നിങ്ങൾക്ക് ഗൂഢോദ്ദേശം വല്ലതും ഉണ്ടോ? ഞാൻ പൊക്കോളാം. മിസ്റ്റർ വേണുവിന് മരിക്കാൻ അത്ര ഭയമാണോ? എന്നായാലും നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ? വേണ്ട, അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉള്ളതുപോലെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ചന്തമുള്ള ഒരു പെണ്ണിനെ സ്വന്തമാക്കണം. പ്രേമത്തിന്റെ മധുരം എന്താണെന്ന് അറിയണം. കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഒരു കുടുംബം കെട്ടിപ്പടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടേ മരിക്കുന്നു. ആഗ്രഹം ഇത്രയൊക്കെ ഉള്ളൂ? അങ്ങനെ ആചാരവിധി പ്രകാരം നടത്തേണ്ട കാര്യമൊന്നുമല്ല. അവിചാരിതമായ കണ്ടുമുട്ടൽ. ഇഷ്ടമാണോ അല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷ. ഇഷ്ടമാണ് എന്നറിയുമ്പോഴുള്ള നൊമ്പരം കലർന്നൊരു പരവേശം. പരസ്യപ്പെടുത്തി പെണ്ണെ കണ്ട എനിക്കിതൊന്നും അനുഭവിച്ചറിയാൻ കഴിയില്ല. ഇത് വല്ലാത്തൊരു അസുഖമാണല്ലോ. ആ സുഖമാണ് എന്റെ സുഖം. ഓക്കെ, കുറെ ഓടിയതല്ലേ, ഒന്ന് വിശ്രമിക്കൂ. ഈ മുറി ഉപയോഗിക്കാം. ഇല്ലില്ല, എനിക്കിപ്പോ വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. എന്നാ എനിക്ക് തോന്നുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ല, ഞാൻ ഹലോ ഹലോ, കവറിന് പുറത്തെ മേൽവിലാസം ഓർമ്മിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ മുഴുവൻ വായിച്ചതാണ്, പക്ഷെ ഓർത്തു വെച്ചില്ല. ഓർത്തു വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഒരു വട്ടം വായിച്ചിരുന്നു എന്ന സത്യമാണോ? ഐ എം ഷുവർ. ഐ തിങ്ക് ദ നെയിം വാസ് തോമസ് മാത്യു ഓർ മാത്യു ജോർജ്. എനിഹൗ മാത്യു വാസ് ദേർ. ഒരു വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനഃശാസ്ത്രജ്ഞനെ കാണാം. അയാൾക്കൊരു പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മേൽവിലാസം ചികഞ്ഞെടുക്കാൻ കഴിഞ്ഞെന്ന് വരും. അതെങ്ങനെ? അയാൾ വേണുവിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കും. ഉറങ്ങുന്നത് ബോധ മനസ്സാവും. ഉപബോധ മനസ്സ് ആ നേരം ഉണരും. മറന്നുപോയത് നമ്മൾ ഓർക്കും. സുഖകരമായ ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നിങ്ങൾ ആണ്ടുപോവുകയാണ്. ഇതാ
ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നിങ്ങൾ ആണ്ടുപോവുകയാണ്. നിങ്ങൾ മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. മനസ്സും ശരീരവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണരുകയാണ്. നിങ്ങളുടെ കൺപോളകൾ താനേ അടഞ്ഞു. ഇപ്പോൾ നിങ്ങളെല്ലാം വ്യക്തമായി ഓർക്കുന്നുണ്ട്. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതാ ലക്ഷ്മി. ലക്ഷ്മി ടാക്സിയിൽ നിങ്ങളുടെ അടുത്തിരിക്കുകയാണ്, തൊട്ടടുത്തിരിക്കുകയാണ്. സുന്ദരിയായ ആ പെൺകുട്ടിക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുവാൻ നിങ്ങൾക്ക് വിരോധമില്ല. മറ്റൊന്നും ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല. അവളതാ ഒരു കവർ പുറത്തെടുക്കുന്നു. ഒരു കടലാസിൽ എന്തോ എഴുതുന്നു. നിങ്ങൾക്കത് വ്യക്തമായി വായിക്കാൻ കഴിയുന്നുണ്ട്. പറയൂ, എന്താണ് അവൾ പേപ്പറിൽ എഴുതിയത്? എനിക്ക് കാണാൻ കഴിയുന്നില്ല. ലക്ഷ്മി എന്തോ എഴുതുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നു. അതാ ആ പേപ്പർ അവൾ കവറിനകത്തിട്ട് കഴിഞ്ഞു. അതാ ഇപ്പോൾ ലക്ഷ്മി ആ കവറിന് പുറത്തൊരു മേൽവിലാസം എഴുതുന്നു. നിങ്ങൾക്കത് ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. തോമസ് എന്നാണോ മാത്യു എന്നാണോ? പറയൂ, നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഉണ്ട്. എന്താണ്? വായിക്കൂ. തോമസ് മാത്യു. വായിക്കൂ. തോമസ് മാത്യു, പാലസ് ലോഡ്ജ്, നന്ദപുരം PO. ഇനി എന്താ അറിയേണ്ടത്? ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ. മിസ്റ്റർ വേണു, നിങ്ങൾ ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ആരാണവൾ? എന്താണ് അവളുടെ പേര്? അത് സുനിത മേനോൻ. നിങ്ങൾക്കവളെ വളരെ ഇഷ്ടമാണ്. എന്റെ മനസ്സിൽ ഞാൻ എന്നും ഓമനിച്ചിരുന്ന രൂപവും ഭാവമാണ് സുനിതയ്ക്ക്.